ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കോചന്ദ്ര ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. 2025 ചലഞ്ചാണ് എങ്ങനെ എഫക്റ്റീവായി ഹെൽത്തി ആയിട്ട് 24 കിലോഗ്രാം കുറയ്ക്കുവാൻ പറ്റും എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്നജത്തെക്കുറിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഹെൽത്തി കാർബോഹൈഡ്രേറ്റ്സ് പാർട്ട് ഓഫ് യുവർ വെയ്റ്റ് ലോസ് ചലഞ്ച് അതായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും കാണാത്തവർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ റെഫറൻസിന് വേണ്ടിയിട്ട് കാണുക. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിൽ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്. ഓക്കെ, ഈ രണ്ട് ഘടകങ്ങൾ എങ്ങനെ വെയ്റ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ കഴിക്കേണ്ട എത്ര കലോറീസാണ് വെയ്റ്റ് ലോസിന് ഒരുപക്ഷെ 80 കിലോഗ്രാം ഉള്ള ഒരാൾ എടുക്കേണ്ടത് എന്നുള്ളത്. എത്ര കലോറീസ്, അതിനെത്ര ഡെഫിസിറ്റ് ഉണ്ടായിരിക്കണം, അതിലെത്ര പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ആവറേജ് കണക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്. നമ്മൾ ആവറേജ് 2000 കലോറീസാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ 55% അല്ലെങ്കിൽ 55 തൊട്ട് 60% നമ്മുടെ അന്നജത്തിനാണ്, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രാധാന്യം. നമ്പർ 1 റൂൾ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. നമ്പർ 2 എന്ന് പറയുന്നത് 20 തൊട്ട് 25% നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ ആയിരിക്കണം. അതായത് നമുക്ക് വേണ്ടത് ലീൻ പ്രോട്ടീൻസ് ആയിരിക്കണം. വെയ്റ്റ് ലോസ് ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 എലിമെൻറ്റ്. നമ്പർ 2. നമ്പർ 3 എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ്സ് എത്ര പെർസെൻറ്റേജ് ആണ്? 55 തൊട്ട് 25 പ്ലസ് എത്ര വന്നിരിക്കുന്നു? ഏതാണ്ട് 55, 65, 75, 80. ഓക്കെ, അല്ലെങ്കിൽ 60 എടുക്കുകയാണെങ്കിൽ 85. അപ്പോൾ 20 തൊട്ട് 25%, 15 തൊട്ട് 20% ഹെൽത്തി ഫാറ്റ്സ്, 20 തൊട്ട് 25% എന്താണ്? ഹെൽത്തി പ്രോട്ടീൻ, ആൻഡ് 55 തൊട്ട് 60% എന്താണ്? ഹെൽത്തി കാർബ്സ്. ഈ 3 കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ടാസ്ക് 24 കിലോഗ്രാംസ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ടാസ്ക് വെച്ചുകൊണ്ട് ഒരു മാസം 2 കിലോ ഹെൽത്തി ആയിട്ട് കുറയ്ക്കുവാൻ പറ്റത്തുള്ളൂ. നൗ കമ്മിങ് ടു ദി റിയൽ പോയിൻറ്റ്, പാർട്ട് ഓഫ് യുവർ ഹെൽത്തി പ്രോട്ടീൻ. ഹെൽത്തി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മെയിനായിട്ട് ലീൻ പ്രോട്ടീൻ വേണം ചൂസ് ചെയ്യേണ്ടത്. ഈ ലീൻ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എഗ്ഗിലും ഫിഷിലും ഓഫ് കോഴ്സ് ചിക്കനിലുമാണ്. പിന്നെ കഴിവതും റെഡ് മീറ്റ് അല്ലെങ്കിൽ മട്ടൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെയ്റ്റ് ലോസ് ചലഞ്ചിൽ നിങ്ങൾ ടോട്ടലി മാറ്റി വെക്കുക. കീപ് ദി പോയിൻറ്റ്. ചിലരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ എടുത്തുകൊണ്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഈ കീറ്റോ ഡയറ്റ്സ് മാതിരിയുള്ള ചലഞ്ചസ് ആൾക്കാർ പിന്തുടരാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഹെൽത്തി അല്ല. ദാറ്റ് മേ ഗോയിങ് ടു ഗിവ് യു വെരി ഹൈ റിസ്ക് ഇൻ ഷോർട്ട് ടൈം. അതായത് ഒരു 2 മാസം 3 മാസം ഷോർട്ട് ഗോൾ വെച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യുകയാണ് എങ്കിൽ ഫൈൻ. പക്ഷേ ഒരു ലോങ് ഡ്യൂറേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ്സ് മാതിരിയുള്ള ഡയറ്റ്സ് ഒരിക്കലും സപ്പോർട്ടിങ് അല്ല എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു ദി ഫാറ്റ്സ്. ഫാറ്റ്സ് നിങ്ങൾ എന്തൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്? കഴിവതും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ്? റൂം ടെമ്പറേച്ചറിൽ എന്ത് ബേൺ ചെയ്യുന്നു? ഓക്കെ, കീപ് ദാറ്റ് പോയിൻറ്റ്. റൂം ടെമ്പറേച്ചറിൽ എന്ത് മെൽറ്റ് ചെയ്യുന്നു? ദാറ്റ്സ് കോൾഡ് ആസ് വാട്ട്? അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. എന്തൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്? ഓയിൽസ്. ഇപ്പം നമുക്ക് കനോള ഓയിൽസ്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽസ്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട സൺഫ്ലവർ ഓയിൽസ്, ഇതെല്ലാം തന്നെ കട്ട പിടിച്ചാൽ തന്നെയും അത് റൂം ടെമ്പറേച്ചറിൽ, ഇപ്പം തന്നെ തണുത്ത രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷേ ഈ പറഞ്ഞ ഓയിൽ കട്ട പിടിക്കാം. പക്ഷേ ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റാവും. അതേ സമയത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബട്ടർ, ഇതൊരിക്കലും, അല്ലെങ്കിൽ ചീസ്, ഇതൊരിക്കലും മെൽറ്റ് ആകത്തില്ല റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് നമ്മളുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൽ ഹെൽത്തി അല്ല. ഓക്കെ, സോ ട്രൈ ടു ടേക്ക് മാക്സിമം വിത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ എന്തൊക്കെയാണെന്നുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തു. പ്രോട്ടീൻ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് കിട്ടുന്ന ആഹാര രീതികളും ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഹൈ പ്രോട്ടീൻസ് കിട്ടുന്നത്? ലീൻ പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്നത് ഫിഷിൽ, ചിക്കനിൽ ആൻഡ് എഗ്. ഇഫ് യു ക്യാൻ പ്രിഫർ
These 3 elements, it is going to really supporting. ഓക്കെ, അതിലും കൂടുതൽ നമ്മളിപ്പോൾ തന്നെ ഹെൽത്തി പ്രോട്ടീൻസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, അതേപോലെ ലെഗ്യൂംസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് യുവർ കമൻറ്റ്സ് റിയലി മോട്ടിവേറ്റിംഗ്. ഓക്കെ, ഫ്രോം Coach Chandra Fitness. See you through the next video. Bye.